വെറും 7 സെക്കൻഡ്, ഒരുപക്ഷെ അതിലും കുറവ്. മറ്റൊരാൾ നിങ്ങളെക്കുറിച്ച് ഒരു ആജീവനാന്ത അഭിപ്രായം രൂപീകരിക്കാൻ എടുക്കുന്ന സമയം ഇത്ര മാത്രമാണ്. നമ്മൾ ആരോടെങ്കിലും സംസാരിച്ചു തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ശരീരം, നമ്മുടെ ഭാവങ്ങൾ, നമ്മുടെ ചലനങ്ങൾ എന്നിവ മറ്റുള്ളവരോട് സംവദിച്ചു കഴിഞ്ഞിരിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എങ്ങനെയാണ് ചില ആളുകൾ ഏതൊരു കൂട്ടത്തിലേക്ക് കടന്നു ചെന്നാലും പെട്ടെന്ന് തന്നെ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമാകുന്നത്? അവർ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ നിശബ്ദരായി കേട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് മാത്രമായി എന്തെങ്കിലും പ്രത്യേക മാന്ത്രിക ശക്തിയുണ്ടോ? ഇല്ല. അതിനു പിന്നിൽ കൃത്യമായ ചില മനഃശാസ്ത്രപരമായ രഹസ്യങ്ങളുണ്ട്. മനുഷ്യന്റെ പരിണാമ ചരിത്രത്തോളം പഴക്കമുള്ള അബോധ മനസ്സിനെ സ്വാധീനിക്കുന്ന ചില പെരുമാറ്റച്ചട്ടങ്ങൾ. ഇന്ന് ഈ വീഡിയോയിലൂടെ ആദ്യ കാഴ്ചയിൽ തന്നെ ആരെയും ആകർഷിക്കാനും മറ്റുള്ളവരിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്താനും സഹായിക്കുന്ന 5 ശക്തമായ സൈക്കോളജി ട്രിക്കുകൾ നമ്മൾ വളരെ വിശദമായി പരിചയപ്പെടാൻ പോവുകയാണ്. ഇതിൽ അവസാനത്തെ ട്രിക്ക് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ശൈലിയെ തന്നെ പൂർണ്ണമായി മാറ്റിമറിക്കാൻ ശേഷിയുള്ളതാണ്. അതുകൊണ്ട് ഒരൊറ്റ ഭാഗം പോലും സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മൾ ലിഫ്റ്റിൽ വെച്ചോ, ഓഫീസിൽ വെച്ചോ, അല്ലെങ്കിൽ വഴിയിൽ വെച്ചോ ഒരാളെ കാണുമ്പോൾ അറിയാതെ ചെയ്യുന്ന ഒന്നാണ് ദി ഐബ്രോ ഫ്ലാഷ്. എന്നാൽ ഇത് ബോധപൂർവം കൃത്യമായ സമയത്ത് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഫലം അത്ഭുതകരമായിരിക്കും. എന്താണ് ഈ ഐബ്രോ ഫ്ലാഷ്? നിങ്ങൾ ഒരാളെ നോക്കി പുഞ്ചിരിക്കുന്ന ആദ്യ നിമിഷത്തിൽ 1 സെക്കൻഡിൽ താഴെ മാത്രം സമയത്തേക്ക് നിങ്ങളുടെ പുരികങ്ങൾ ചെറുതായി ഒന്ന് മുകളിലേക്ക് ഉയർത്തുക. ഇതിന് പിന്നിലെ സൈക്കോളജി എന്താണ്? മനുഷ്യന്റെ പരിണാമ ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഇതിന്റെ കാരണം മനസ്സിലാകും. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് കാട്ടിൽ ജീവിച്ചിരുന്ന മനുഷ്യർ അപരിചിതരായ മറ്റു മനുഷ്യരെ കാണുമ്പോൾ അവർ ശത്രുവാണോ മിത്രമാണോ എന്ന് തിരിച്ചറിഞ്ഞിരുന്നത് ശരീരഭാഷയിലൂടെയാണ്. ദൂരത്തു നിന്നൊരാളെ കാണുമ്പോൾ പുരികമുയർത്തുന്നത് വഴി കണ്ണുകൾ കൂടുതൽ വികസിക്കുന്നു. ഇത് അബോധ മനസ്സിലേക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്, എനിക്ക് നിങ്ങളിൽ ഭയമില്ല, ഞാൻ നിങ്ങൾക്കൊരു ഭീഷണിയല്ല. നിങ്ങൾ ഒരാളെ കാണുമ്പോൾ ഈ ചെറിയ സിഗ്നൽ നൽകുമ്പോൾ അവരുടെ അബോധ മനസ്സ് നിങ്ങളെ ഒരു സുരക്ഷിതനായ, സൗഹൃദമുള്ള വ്യക്തിയായി തൽക്ഷണം രജിസ്റ്റർ ചെയ്യും. പല പ്രമുഖ ഹോളിവുഡ് സിനിമകളിലും കഥാപാത്രങ്ങൾ തമ്മിൽ ആദ്യമായി കാണുമ്പോൾ ഈ ടെക്നിക് മനഃപൂർവ്വം ഉപയോഗിക്കാറുണ്ട്. ഇനി മുതൽ നിങ്ങൾ ഒരാളെ കാണുമ്പോൾ വെറുതെ നോക്കി ചിരിക്കാതെ ഈ ഐബ്രോ ഫ്ലാഷ് കൂടി അതിനൊപ്പം ചേർത്ത് വെക്കും. മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ നമ്മളിൽ ഭൂരിഭാഗം ആളുകളും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഞാൻ അവരുടെ എവിടെയാണ് നോക്കേണ്ടത് എന്നത്. തുടർച്ചയായി കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരുന്നാൽ അതവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കും. നേരെ മറിച്ച് താഴേക്കോ വശങ്ങളിലേക്കോ നോക്കിയാൽ നിങ്ങൾക്ക് ആത്മവിശ്വാസമില്ല എന്ന് അവർ കരുതും. ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച കമ്മ്യൂണിക്കേറ്റർമാർ ഉപയോഗിക്കുന്ന ട്രയാങ്കിൾ ടെക്നിക് സഹായത്തിനെത്തുന്നത്. ഇതെങ്ങനെ പ്രയോഗിക്കാം? നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ നോട്ടം ഒരു നിശ്ചിത ക്രമത്തിലായിരിക്കണം. ആദ്യം അവരുടെ ഇടത് കണ്ണിൽ നോക്കുക, 1 മുതൽ 2 വരെ സെക്കൻഡ്. പിന്നീട് പതുക്കെ വലത് കണ്ണിലേക്ക് നോട്ടം മാറ്റുക. അതിനുശേഷം അവരുടെ ചുണ്ടുകളിലേക്ക് നോക്കുക. ഈ 3 പോയിന്റുകളെയും ബന്ധിപ്പിച്ചാൽ ഒരു തലകീഴായ ത്രികോണം രൂപപ്പെടും. ഇതിൻ്റെ ഗുണമെന്താണ്? സൈക്കോളജി പ്രകാരം ഈ രീതിയിൽ നോക്കുന്നത് നിങ്ങൾ ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ വളരെ താൽപ്പര്യത്തോടെയും ശ്രദ്ധയോടെയും കേൾക്കുന്നു എന്ന തോന്നൽ അവരിലുണ്ടാക്കും. ഇത് നിങ്ങളെ കൂടുതൽ ആകർഷകനും വിശ്വസ്തനുമായി അവരുടെ കണ്ണുകളിൽ മാറ്റും. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഇത് വളരെ വേഗത്തിൽ ചെയ്യരുത്. വളരെ സ്വാഭാവികമായി സംഭാഷണത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് വേണം ചെയ്യാൻ. അല്ലാത്ത പക്ഷം നിങ്ങൾ എന്തോ താൽപ്പര്യത്തോടെ അവരുടെ മുഖത്തേക്ക് തുറിച്ചു നോക്കുകയാണെന്ന് അവർക്ക് തോന്നിയേക്കാം. നിങ്ങളുടെ ശരീരത്തിൻ്റെ ദിശ എങ്ങോട്ടാണ് എന്നത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മനസ്സിലിരുപ്പ് പുറത്തുവിടും. സൈക്കോളജിയിൽ ഇതിനെ ഫ്രണ്ടിംഗ് എന്ന് വിളിക്കുന്നു. എന്താണ് ഫ്രണ്ടിംഗ്? നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കാൽവിരലുകൾ, നിങ്ങളുടെ നെഞ്ച്, ഹൃദയം
നിങ്ങളുടെ മുഖം എന്നിവ ആ വ്യക്തിക്ക് നേരെ കൃത്യമായി തിരിച്ചു പിടിക്കുക. പലപ്പോഴും നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ ശരീരം വശങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ മറ്റെവിടെയെങ്കിലും ആയിരിക്കുകയോ ചെയ്യാം. ഇത് അബോധ മനസ്സിൽ എനിക്ക് നിന്നിൽ താൽപ്പര്യമില്ല എന്ന സന്ദേശമാണ് നൽകുന്നത്. എന്നാൽ നിങ്ങൾ പൂർണ്ണമായും അവർക്ക് നേരെ തിരിഞ്ഞു നിൽക്കുമ്പോൾ, നിങ്ങൾ എനിക്ക് വളരെ പ്രധാനപ്പെട്ട ആളാണ്, ഞാൻ എൻ്റെ മുഴുവൻ ശ്രദ്ധയും നിങ്ങൾക്ക് നൽകുന്നു എന്ന ബഹുമാനമാണ് അവിടെ പ്രകടമാകുന്നത്. ഇതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഓപ്പൺ ബോഡി ലാംഗ്വേജ്. സംസാരിക്കുമ്പോൾ കൈകൾ കെട്ടി നിൽക്കുകയോ പോക്കറ്റിൽ ഇട്ടു നിൽക്കുകയോ ചെയ്യുന്നത് ഒഴിവാക്കുക. കൈകൾ കെട്ടുന്നത് ഒരു പ്രതിരോധത്തിൻ്റെ ലക്ഷണമാണ്. കൈകൾ തുറന്നു പിടിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ ആത്മവിശ്വാസമുള്ളവനായും മറ്റുള്ളവരെ സ്വീകരിക്കാൻ തയ്യാറുള്ള ആളായും കാണപ്പെടും. നിങ്ങൾക്ക് ആദ്യമായി കാണുന്ന ഒരാളോട് പെട്ടെന്ന് തന്നെ വലിയൊരു ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കണോ? എങ്കിൽ സൈക്കോളജിയിലെ ഏറ്റവും ശക്തമായ ആയുധം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിനെയാണ് നമ്മൾ മിററിംഗ് എന്ന് വിളിക്കുന്നത്. എന്താണ് ഇതിൻ്റെ രീതി? ഒരു കണ്ണാടി ചെയ്യുന്നത് പോലെ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന വ്യക്തിയുടെ ശരീരഭാഷയെ വളരെ സൂക്ഷ്മമായി പ്രതിഫലിപ്പിക്കുക. ഉദാഹരണത്തിന്, അവർ സംസാരിക്കുന്ന വേഗത, അവരുപയോഗിക്കുന്ന ചില കൈചലനങ്ങൾ, അല്ലെങ്കിൽ അവരിയ്ക്കുന്ന രീതി എന്നിവ വളരെ പതുക്കെ നിങ്ങളും അനുകരിക്കുക. ഇതിൻ്റെ പിന്നിലെ വിസ്മയിപ്പിക്കുന്ന മനഃശാസ്ത്രം. മനുഷ്യൻ്റെ തലച്ചോറിൽ മിറർ ന്യൂറോണുകളുണ്ട്. നമ്മളോട് സാമ്യമുള്ള പെരുമാറ്റമുള്ള ആളുകളെ കാണുമ്പോൾ നമ്മുടെ തലച്ചോറ് അവരെ പെട്ടെന്ന് വിശ്വസിക്കുകയും അവരോടൊരു പ്രത്യേക അടുപ്പം കാണിക്കുകയും ചെയ്യും. ഇയാൾ എന്നെപ്പോലെ തന്നെയാണ് എന്നൊരു തോന്നൽ അവരുടെ ഉപബോധ മനസ്സിൽ ജനിക്കുന്നു. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജാഗ്രത വേണ്ടത്. നിങ്ങൾ അവരെ അനുകരിക്കുകയാണെന്ന് അവർക്ക് ഒരു കാരണവശാലും മനസ്സിലാകരുത്. അവർ കൈകെട്ടിയ ഉടനെ നിങ്ങളും കൈകെട്ടിയാൽ അത് മോക്കിംഗ് ആയി മാറും. അവരൊരു ചലനം ചെയ്താൽ കുറഞ്ഞത് 10 മുതൽ 15 സെക്കൻഡ് വരെ കാത്തിരുന്ന ശേഷം വളരെ സ്വാഭാവികമായി മാത്രം അത് നിങ്ങളുടെ രീതിയിലേക്ക് കൊണ്ടുവരിക. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനെ മാറ്റിമറിക്കുന്ന ആ 5ാമത്തെ ട്രിക്കിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ദ പവർ ഓഫ് പോസസ്. ആത്മവിശ്വാസമില്ലാത്ത ആളുകളുടെ ഒരു പൊതുവായ ലക്ഷണമുണ്ട്. അവരെപ്പോഴും ഓടിക്കിതച്ച് വളരെ വേഗത്തിൽ സംസാരിച്ച് തീർക്കാൻ ശ്രമിക്കും. തങ്ങൾ പറയുന്നത് മറ്റുള്ളവർ കേൾക്കില്ലെന്ന ഭയമാണ് അതിന് പിന്നിൽ. എന്നാൽ യഥാർത്ഥ ലീഡർമാരും ആത്മവിശ്വാസമുള്ളവരും ഒരിക്കലും വാക്കുകൾ വാരി വിതറില്ല. ഇതെങ്ങനെ ഉപയോഗിക്കാം? നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട ആശയം പറയുന്നതിന് തൊട്ടു മുൻപോ അല്ലെങ്കിൽ അത് പറഞ്ഞതിന് ശേഷമോ ബോധപൂർവം 1 മുതൽ 2 സെക്കൻഡ് വരെ പൂർണ്ണമായി നിശബ്ദത പാലിക്കുക. സൈക്കോളജി. ഈ ചെറിയ നിശബ്ദത കേൾവിക്കാരനിൽ വലിയൊരു കൗതുകവും ആകാംക്ഷയും ഉണ്ടാക്കും. ഇനി അയാൾ എന്താണ് പറയാൻ പോകുന്നത് എന്ന് ചിന്തിച്ച് അവരുടെ മുഴുവൻ ശ്രദ്ധയും നിങ്ങളിലേക്ക് കേന്ദ്രീകരിക്കും. നിശബ്ദതയെ ഭയപ്പെടാതെ അതിനെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നത് നിങ്ങളുടെ അസാധാരണമായ ആത്മനിയന്ത്രണത്തെയും ഉയർന്ന ആത്മവിശ്വാസത്തെയുമാണ് കാണിക്കുന്നത്. നിങ്ങളുടെ വാക്കുകൾക്ക് കൂടുതൽ ഗൗരവവും മൂല്യവും നൽകാൻ ഈ ഒറ്റ ട്രിക്കിന് സാധിക്കും. സുഹൃത്തുക്കളെ, ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ഈ 5 സൈക്കോളജി ട്രിക്കുകളും വെറുമൊരു അഭിനയമല്ല, മറിച്ച് മറ്റുള്ളവരുമായി വളരെ പെട്ടെന്ന് മികച്ച രീതിയിൽ ഒരു ഹൃദയബന്ധം സ്ഥാപിക്കാനുള്ള ശാസ്ത്രീയമായ വഴികളാണ്. ആദ്യമായി ഒരാളെ കാണുമ്പോൾ ഇവ നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കി നോക്കൂ. ചുറ്റുമുള്ളവരുടെ നിങ്ങളോടുള്ള പെരുമാറ്റത്തിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തെയും ചിന്തകളെയും സ്വാധീനിക്കുന്ന ഇത്തരം മനഃശാസ്ത്രപരമായ രഹസ്യങ്ങളും വ്യക്തിത്വ വികസന രീതികളും ഇനിയും അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഇൻസൈറ്റുകൾക്കായി സൈൻ ഇൻസൈറ്റ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു ശക്തമായ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.